ടി വാസുദേവൻ നായരുടെ ചെറുകഥകൾ ആസ്പദമാക്കി മലയാളത്തിൽ റിലീസിനൊരുങ്ങുന്ന ആന്തോളജി ചിത്രമാണ് മനോരഥങ്ങൾ. ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടയിലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവം നടക്കുന്നത്. സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമെന്റോ നൽകാനായി ആ സിനിമയിലെ നായകരിൽ ഒരാളായ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. ആസിഫ് അലി നിറഞ്ഞ പുഞ്ചിരിയോടെ പുരസ്കാരം നൽകുന്നു. എന്നാൽ രമേശ് നാരായണൻ അത് കയ്യിൽ വാങ്ങാൻ മടിക്കുകയും ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പൂർണ്ണമായി അവഗണിക്കുകയും ആ മൊമെന്റോ സംവിധായകൻ ജയരാജനെ വിളിച്ചേൽപ്പിച്ച ശേഷം തിരിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതോടെ വൻ വിമർശനമാണ് രമേശ് നാരായണനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ രമേശ് നാരായണന്റെ വിശദീകരണം ഇങ്ങനെ: ആദ്യം എൻ്റെ പേര് മാറ്റിയാണ് വിളിച്ചത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആയി. പിന്നീട് നടന്നത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ആസിഫിനെ ഞാൻ അവഗണിച്ചിട്ടില്ല. ആസിഫ് എനിക്ക് മൊമെന്റോ തരികയാണോ, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണോ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സംഗീതം നൽകിയ ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്നെ മാത്രം ഒഴിവാക്കി. അതിൽ എനിക്ക് വിഷമം തോന്നി. ആസിഫ് അലി നല്ല നടനാണ്. ഞാൻ മനഃപൂർവ്വം അവഗണിച്ചിട്ടില്ല. ആസിഫിന് അതിൽ വിഷമമായെങ്കിൽ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു. ദയവായി ഈ വിഷയത്തിൽ വർഗീയത കലർത്തരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രമേശ് നാരായണനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ന്യൂസ് ടൈം ചർച്ചയുമൊക്കെ വന്നതോടെ സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ച് ആസിഫ് അലി: എന്നോടുള്ള മലയാളികളുടെ സ്നേഹം കണ്ട് ഒരുപാട് സന്തോഷം തോന്നി. കലയോളം തന്നെ കലാകാരനെയും സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ന്യൂസ് ചാനലുകൾ വഴിയും എനിക്ക് തന്ന സപ്പോർട്ടിന് നന്ദി. പക്ഷെ അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് മാറുകയാണ്. രമേശ് നാരായണനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നത് കണ്ട് വിഷമം തോന്നിയിട്ടാണ് ഇങ്ങനെ മാധ്യമങ്ങളെ നേരിൽ കണ്ട് തന്റെ അഭിപ്രായം പറയുന്നതെന്ന് ആസിഫ് അലി പറഞ്ഞു. ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാതെ ഇരിക്കുകയും പിന്നീട് വിളിച്ചപ്പോൾ പേര് തെറ്റി വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ രമേശ് നാരായണന് പിരിമുറുക്കമുണ്ടായി കാണും. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ല. ഈ വിഷയത്തിൽ മതത്തെ വരെ വലിച്ചഴിക്കുന്നത് ദുഃഖകരമാണ്. അദ്ദേഹം മനഃപൂർവ്വം ചെയ്യില്ല. അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിയിരുന്നു. ഇത്രയും സീനിയറായ ഒരാൾ തന്നോട് മാപ്പ് പറഞ്ഞത് വിഷമിപ്പിച്ചുവെന്നും ആസിഫ് പറഞ്ഞു. ഇതിനിടെ പരിപാടിയുടെ അവതാരകയായ ജുവൽ മേരി വിശദീകരണവുമായി എത്തിയിരുന്നു. രമേശ് സാറിന് കാലിന് ബുദ്ധിമുട്ടുള്ള ആളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് എന്നെ അറിയിച്ചിരുന്നു. ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടറാണ് പറഞ്ഞത് പുരസ്കാരം ആസിഫ് അലിയെ കൊണ്ട് കൊടുപ്പിക്കുമെന്ന്. ആസിഫ് മൊമെന്റോയുമായി പോകുന്ന സമയത്ത് അടുത്ത ആളെ വിളിക്കുന്നതിനുള്ള പേരുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഞാനും ഷോ ഡയറക്ടറും. ഇതിനിടെ സെക്കൻഡുകൾ വ്യത്യാസത്തിൽ താഴെ നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടില്ല. പേര് തെറ്റി വിളിച്ചതിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് ജുവൽ മേരി പറഞ്ഞു. ഒരു പ്രോഗ്രാം ആവുമ്പോൾ പല വീഴ്ചകളും പിഴവുകളും സംഭവിക്കാം. എന്ത് കാര്യമാണ് ചൊടിപ്പിച്ചതെങ്കിലും ആസിഫ് അലിയോട് അവഗണന കാണിക്കരുതായിരുന്നു. അത് ആ വീഡിയോയിൽ വ്യക്തമാണ് എന്നും ജുവൽ പറഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി, ആസിഫ് അലി, ഫഹദ് ഫാസിൽ തുടങ്ങി ഒരു വൻ താരനിരയാണ് മനോരഥങ്ങളിൽ എത്തുന്നത്.